ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിഷ്ണു യോഗയുടെ 25ാമത്തെ പാഠമാണ് നാം പഠിക്കാൻ പോകുന്നത്. ഈ 25ാമത്തെ പാഠത്തിൽ കൂടി കലിയുഗ അവതാരമായ കൽക്കി രാമന്റെ 64 തരം കലകളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ കലകളെ ടാലന്റുകൾ എന്ന് പറയുന്നത്. കലകൾ എന്ന് പറഞ്ഞാൽ ടാലന്റ് എന്നാണ് അർത്ഥം. കൂടാതെ കൽക്കി രാമന്റെ 13 ഗുരുക്കന്മാരെ പറ്റിയും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കൽക്കി രാമന്റെ 64 തരം കലകളെ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സദ്ഗുണങ്ങളുടെ ഗ്രൂപ്പാണ്. അത് സദ്ഗുണങ്ങൾ 24 ഈ സദ്ഗുണങ്ങളെ സാത്വിക ഗുണങ്ങൾ എന്ന് പറയുന്നു, അഥവാ ശീലങ്ങൾ എന്ന് പറയുന്നു. അതിനുശേഷം വിഷയങ്ങളാണ്. 26 വിഷയങ്ങൾ കൽക്കി രാമന് അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്, അതായത് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ 24ഉം 26ഉം കൂടെ 50ആയി. ഇനി ബാക്കി വരുന്നത് 14 തരം കലകളാണ്, അതായത് ആർട്ട്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സദ്ഗുണങ്ങളാണ് 24. അതെന്താണെന്ന് നോക്കാം. 1 അഹിംസ, 2 സത്യം, 3 സ്നേഹം, 4 സമത്വം, 5 സാഹോദര്യം, 6 സമർപ്പണം, 7 സഹനം, 8 സത്യസന്ധത, 9 സഹിഷ്ണുത, 10 ദാനം, 11 ധ്യാനം, 12 ത്യാഗം, 13 ക്ഷമ, 14 കൃത്യനിഷ്ഠ, 15 കരുണ, 16 കഠിനാധ്വാനം, 17 ഭൂതദയ, 18 ഭക്തി, 19 ദേശഭക്തി, 20 ശുദ്ധി, 21 വിനയം, 22 ബഹുമാനം, 23 ധൈര്യം, 24 സേവനം അഥവാ പരോപകാരം. ഇനിയും 26 വിഷയങ്ങൾ ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ ഗ്രൂപ്പ്. 1 ഭഗവത്ഗീത, 2 ഭാഗവതം, 3 മഹാഭാരതം, 4 രാമായണം, 5 ബൈബിൾ, 6 പുരാണങ്ങൾ, 7 വേദങ്ങൾ, 8 ആൾജിബ്ര, 9 ജോമെട്രി, 10 ഫിസിക്സ്, 11 കെമിസ്ട്രി, 12 ബയോളജി, 13 ബോട്ടണി, 14 സുവോളജി, 15 ജോഗ്രഫി, 16 ഹിസ്റ്ററി, 17 GK, 18 കമ്പ്യൂട്ടർ, 19 എക്കണോമിക്സ്, 20 ഗ്രാമർ, 21 ഹിന്ദി, 22 ഇംഗ്ലീഷ്, 23 മലയാളം, 24 മറാഠി, 25 ഫിലോസഫി, 26 തയ്യൽ. ഇത്രയും സബ്ജക്റ്റുകൾ കൽക്കി രാമന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് 14 കലകളാണ്, ആർട്ട് 14. അതെന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സംഗീതം, രണ്ടാമത്തെ നൃത്തം, 3 പെയിന്റിംഗ്, 4 ചിത്രരചന, 5 കഥാരചന, 6 കവിതാരചന, 7 നോവൽ രചന, 8 സ്പോർട്സ്, 9 പ്രസംഗം, 10 പാചകം, 11 വാചകം, 12 ജ്ഞാനം, 13 വിജ്ഞാനം, 14 പ്രേമം. കൽക്കി രാമൻ ഏറ്റവും ഇഷ്ടമുള്ള കല പ്രേമം തന്നെയാണ്. പ്രേമത്തിനെ വെല്ലാൻ പറ്റുന്ന ഒരു കല ഈ ഭൂമിയിൽ യാതൊന്നുമില്ല. ഇനി അടുത്തത്, ഇതുകൂടാതെ തന്നെ സംസ്കൃതം ഉൾപ്പെടെ 7 ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കൽക്കി രാമന് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ പഠിക്കുന്ന കൽക്കി രാമന്റെ ഗുരുക്കന്മാരെ കുറിച്ചാണ്. 12 ഗുരുക്കന്മാരും 12 ഗുരുക്കന്മാരും ജീവിതം എന്ന മഹാഗുരുവാണ് കൽക്കി രാമന് ഗുരുവായിട്ടുള്ളത്. അങ്ങനെ മൊത്തം 13 പേരാണ്. അത് ഒന്നാമത്തേത് മുത്തശ്ശനാണ് കൽക്കി രാമന് ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തതും ഭാഗവത കഥകൾ പറഞ്ഞു കൊടുത്തതും. രണ്ടാമത്തെ മുത്തശ്ശിയാണ് മഹാഭാരതവും രാമായണവും തീരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ കൽക്കി രാമന് പറഞ്ഞു കൊടുത്തിരുന്നത്. മൂന്നാമത്തെ ശ്രീരാമനാണ്. രാമായണം പഠിച്ച് കൽക്കി രാമന്റെ ഗുരുവായി ശ്രീരാമൻ മാറി. നാലാമത്തെ ഭഗവത്ഗീത പഠിച്ച് കൽക്കി രാമന്റെ ഗുരു ശ്രീകൃഷ്ണനായി. അഞ്ചാമത്തെ ശ്രീനാരായണ ഗുരുവിന്റെ സമുദായത്തിൽ ജനിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന കാഴ്ചപ്പാടും തത്വവും കൽക്കി രാമന്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിൽക്കാലത്തെ മറ്റു മതത്തിൽ നിന്ന് കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നതിന് കാരണം ഈ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ തത്വസംഹിത തന്നെയാണ്. ആറാമത്തെ ശ്രീ യേശു, ക്രിസ്തുമതത്തിൽ നിന്ന് കൽക്കി രാമൻ വിവാഹം കഴിച്ചതിനാൽ യേശു ക്രിസ്തുവും കൽക്കി രാമന്റെ ഗുരുവായി. ഏഴാമത്തെ ശ്രീ നബി, മഹാരാഷ്ട്രയിലെ 3 വർഷത്തോളം കൽക്കി രാമന് ഇസ്ലാം മതക്കാരുടെ ഓഫീസിലും ഗൾഫിലുമായിട്ട് ജോലി ചെയ്യേണ്ടി വന്നതുകൊണ്ട് ശ്രീ നബിയും കൽക്കി രാമന് ഗുരുവായി. എട്ടാമത്തേത് ശ്രീ നാനാക്കാണ്. ഗുരുനാനാക്ക് സ്കൂൾ ഓഫ് സ്റ്റഡീസിന്റെ സ്കൂളില് 11 വർഷത്തോളം കൽക്കി രാമൻ ജോലി ചെയ്തു. അതുകൊണ്ട് ശ്രീ നാനാക്കും കൽക്കി രാമന്റെ ഗുരുവായി. MDS ഖാൽസ ഹൈസ്കൂളിലാണ് കൽക്കി രാമൻ അവസാനം 11 വർഷം പഠിപ്പിച്ചത്. 9 ശ്രീബുദ്ധനാണ്. കൽക്കി രാമന്റെ കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നത് ബുദ്ധമതത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഏകദേശം 4 വർഷത്തോളം അവര് കൽക്കി രാമൻ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ അവർ നോക്കിയിരുന്നു. അതിൽ കൂടി ശ്രീബുദ്ധനും ഗുരുവായി. അടുത്തത് 10ാമത്തെ ശ്രീ മഹാവീരൻ. കൽക്കി രാമൻ 2 വർഷത്തോളം BEd പഠിച്ചത് ജെയിൻ സൊസൈറ്റിയുടെ കോളേജിലാണ്. ഹൻസര ജീവൻദാസ് കോളേജ് ഓഫ് ജെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ
അത് ബോംബെയിലാണ്, ഖാർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതിൽ കൂടി ശ്രീ മഹാവീരനും കൽക്കിരാമന്റെ ഗുരുവായി. 11ാമത്തെ മാതാ അമൃതാനന്ദമയിയാണ്. ഇത് അമൃതാനന്ദമയി എന്ന അമ്മ പരശുരാമന്റെ പുനർജന്മമാണ്. അമ്മയാണ് കൽക്കിരാമന്റെ യഥാർത്ഥ പ്രത്യക്ഷ ഗുരു. നേരിട്ട് 13 വർഷത്തോളം കൽക്കിരാമൻ അമ്മയെ ദർശിക്കുകയും അമ്മയുടെ അനുഗ്രഹം വാങ്ങുകയും അമ്മയുടെ പുസ്തകങ്ങളിൽ കൂടിയും അമ്മയുടെ ചാനലിൽ കൂടിയും ഒരുപാട് അറിവുകൾ നേടുകയും ആത്മജ്ഞാനത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തത് മാതാ അമൃതാനന്ദമയി മുഖാന്തരമാണ്. യഥാർത്ഥ ഗുരു മാതാ അമൃതാനന്ദമയി തന്നെയാണ്. 12ാമത്തെ ഉദിത് ചൈതന്യജിയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും മറ്റും കൽക്കിരാമനെ വളരെയേറെ സ്വാധീനിച്ചു. 2006, 7, 8, 9 കാലയളവിൽ സൂര്യ ടിവിയിൽ നിരന്തരമായിട്ട് ഉദിത് ചൈതന്യജിയുടെ പ്രഭാഷണ പരമ്പര ഉണ്ടായിരുന്നു. അത് കൽക്കിരാമനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം കൽക്കിരാമന്റെ ഒരു ഗുരുവാണ് ഉദിത് ചൈതന്യജിയും. 13ാമത്തെ ഗുരു എന്ന് പറഞ്ഞാൽ അനുഭവ് എന്ന മഹാഗുരുവാണ്. അതിലും വലിയൊരു ഗുരു ആർക്കുമില്ല. അപ്പൊ ഈ ഗുരുക്കന്മാരിൽ നിന്നെല്ലാം കൂടി കൽക്കിരാമന് കിട്ടിയിരിക്കുന്നത് 25% അറിവാണെങ്കിൽ 75% അറിവുകൾ കൽക്കിരാമൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് നേടിയെടുത്തതാണ്. അപ്പൊ ഇന്ന് നമ്മൾ കൽക്കിരാമന്റെ 64 കലകളെ കുറിച്ച് പഠിച്ചു. അതില് 24 സദ്ഗുണങ്ങളെ, 26 വിഷയങ്ങളെ, 14 കലകളെ, കൂടാതെ കൽക്കിരാമന് 7ഓളം ഭാഷകൾ, സംസ്കൃതം ഉൾപ്പെടെ 7ഓളം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കൽക്കിയുടെ 13 ഗുരുക്കന്മാർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വിശ്വഗുരു വിഷ്ണു ഭഗവാൻ, ജയ് വിശ്വമാത വസുന്ധരാ ദേവി.